അനേകം മനുഷ്യർ അനേകം യുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏറ്റവും അധികം പേര് കൊല്ലപ്പെട്ടിട്ടുള്ളത് രണ്ടാം ലോക മഹായുദ്ധത്തിലാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ചരിത്രത്തെ രണ്ടാം ലോക മഹായുദ്ധത്തിന് മുൻപും ശേഷവും എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കും. രണ്ടാം ലോക മഹായുദ്ധം വെറുമൊരു യുദ്ധം മാത്രമല്ല, ശാസ്ത്ര സാങ്കേതിക വളർച്ചയുടെ ഒരു കാലഘട്ടം കൂടിയാണ്. യുദ്ധത്തിനു വേണ്ടി ഉണ്ടാക്കിയ പല സാങ്കേതിക വിദ്യകളും പിന്നീട് ആധുനിക യുഗത്തിലെ മനുഷ്യരെ രക്ഷിക്കാൻ, ജീവിത നിലവാരം ഉയർത്താൻ ഒരുപാട് സഹായിച്ചു. ഈ അടുത്തിടെ നമ്മുടെ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന ബെയ്ലി ബ്രിഡ്ജ് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഒരു സംഭാവനയാണ്. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമായ വയനാട് ലാൻഡ് സ്ലൈഡ് ഇന്ത്യൻ സൈനികർ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി പണി കഴിപ്പിച്ച ഈ പാലത്തിന് ഒരു ചരിത്രമുണ്ട്. ഇന്നത്തെ വീഡിയോയിലൂടെ ബെയ്ലി ബ്രിഡ്ജിന്റെ ചരിത്രവും സയൻസും നമുക്ക് പരിശോധിക്കാം. വിത്തൌട്ട് ബെയ്ലി ബ്രിഡ്ജ് we should not have won the war. ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥനായ ബെർണാഡ് ലോ മോംഗോമറി ബെയ്ലി ബ്രിഡ്ജിനെ പറ്റി പറഞ്ഞ വാക്കുകളാണ്. യുദ്ധത്തിന്റെ ജയപരാജയങ്ങളെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമായിരുന്നു അന്നത്തെ പാലങ്ങൾ. ശത്രു രാജ്യങ്ങളുടെ കടന്നുവരവ് മുന്നിൽ കണ്ട് രാജ്യാതിർത്തിയിലെ പാലങ്ങൾ പ്രതിരോധത്തിന് വേണ്ടി തകർക്കാറുണ്ട്. അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളെ കടന്നാക്രമിക്കാനായി ത്വരിതഗതിയിൽ പാലങ്ങൾ നിർമ്മിക്കേണ്ടതായിട്ടുണ്ട്. ഈ സാഹചര്യങ്ങൾ പുതിയൊരു പാലത്തിന്റെ നിർമ്മാണത്തിന് കാരണം. ഡൊണാൾഡ് ബെയ്ലി എന്ന എഞ്ചിനീയർ നിർമ്മിച്ച പാലത്തിലൂടെയാണ് ബ്രിട്ടീഷുകാർ അതിവേഗത്തിലുള്ള സൈനിക മുന്നേറ്റം നടത്തുന്നത്. 1901 സെപ്റ്റംബർ 5 ഇംഗ്ലണ്ടിലെ റോത്തർഹാമിലാണ് ഡൊണാൾഡ് ബെയ്ലി ജനിക്കുന്നത്. 1923 ഇംഗ്ലണ്ടിലെ ഷെഫീൽഡിൽ നിന്ന് എഞ്ചിനീയറിംഗ് ബിരുദം പൂർത്തിയാക്കിയ ബെയ്ലി പിന്നീട് ബ്രിട്ടീഷ് ആർമിയിൽ ജോയിൻ ചെയ്തു. 1941 രണ്ടാം ലോക മഹായുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്താണ് ബെയ്ലി തന്റെ വിലയേറിയ പാലം ഡിസൈൻ ചെയ്യുന്നത്. താൽക്കാലിക ആവശ്യങ്ങൾക്ക് വളരെ മികച്ചതായി കണക്കാക്കുന്ന ഈ പാലം ആദ്യകാലങ്ങളിൽ യുദ്ധാവശ്യങ്ങൾക്കായി മാത്രമാണ് ഉപയോഗിച്ചത്. എന്നാൽ ഇപ്പോൾ ദുരന്ത മേഖലകളിലും വളരെ ദുർഘടമായ സാഹചര്യങ്ങളിലും ഈ പാലം നമ്മൾ ഉപയോഗിച്ചു വരും. വളരെ എളുപ്പം നിർമ്മിക്കാവുന്ന പിൻ ജോയിനിങ് സാങ്കേതിക വിദ്യയാണ് ഈ പാലത്തിനായി ഉപയോഗിച്ചിട്ടുള്ളത്. മനുഷ്യർ ഉപയോഗിക്കുന്നതിൽ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള സ്ട്രോങ് സ്ട്രക്ചറാണ് ട്രയാങ്കിളിൻ്റെത്. അതിന്റെ എല്ലാ സാധ്യതയും ഉപയോഗപ്പെടുത്തിയാണ് ബെയ്ലി ബ്രിഡ്ജ് ഉണ്ടാക്കിയത്. ഏതെങ്കിലും ഒരു ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പാലത്തിന്റെ ഭാഗങ്ങൾ പിന്നീട് കൂട്ടിച്ചേർക്കുന്നതാണ് ഈ നിർമ്മാണം. പാലത്തിന്റെ നിർമ്മാണത്തിനായി സ്റ്റീലും വുഡുമാണ് പ്രധാനമായും നമ്മൾ ഉപയോഗിക്കുന്നത്. പരീക്ഷണാടിസ്ഥാനത്തിൽ ആദ്യമായി ബെയ്ലി ബ്രിഡ്ജ് നിർമ്മിക്കുന്നത് ബെഡ്വേ നദിയുടെ കുറുകെയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ സമയത്ത് ഒരുപാട് പേരുടെ ജീവൻ എടുത്ത ബെയ്ലി ബ്രിഡ്ജ് ഇന്ന് അതേസമയം ഒരുപാട് പേരുടെ ജീവൻ രക്ഷിക്കുന്നു. എഞ്ചിനീയറിംഗ് ഈസ് ദി ആപ്ലിക്കേഷൻ ഓഫ് സയൻസ് ടു ദി ബെനിഫിറ്റ് ഓഫ് മാൻകൈൻഡ്. ദ ഗ്രേറ്റ് ഹ്യൂമാനിറ്റേറിയൻ എന്നറിയപ്പെടുന്ന അമേരിക്കൻ പ്രസിഡന്റായ ഹെർബർട്ട് ഹൂവറുടെ വാക്കുകളാണിവ. സയൻസ് ആരെയും കൊല്ലാനോ രക്ഷിക്കാനോ പറയുന്നില്ല, പകരം അതൊരുപാട് സാധ്യതകൾ നമുക്ക് തുറന്നു തരുന്നു. ഇന്ന് നമ്മൾ ബെയ്ലി ബ്രിഡ്ജ് ഉപയോഗിക്കുന്നത് പോലെ ശാസ്ത്രത്തിന്റെ ഓരോ സംഭാവനയും മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ നമുക്ക് കഴിയും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇനി ഇങ്ങനത്തെ കണ്ടന്റ്സ് വേണമെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ സജഷൻസ് ഉറപ്പായിട്ട് പങ്കുവെക്കാം. താങ്ക് യു.